ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ അതാ നമ്മൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചായൻ്റെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ 3 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചവെള്ളമാണ് കേട്ടോ ഇത് എടുത്തിട്ട്, ചൂടുവെള്ളമൊന്നുമല്ല. എന്നിട്ട് ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്നത് ചെറുപയറും കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടുകൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മാവ് കുഴക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ചായൻ്റെ വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി ഇട്ടിട്ടൊന്ന് ഓഫാക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാവൊക്കെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്ത് ഇപ്പോൾ ചെറിയ ഉരുളകളാക്കിയെടുത്ത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തി ചുട്ട് തരുന്ന നമ്മൾ പുതിയാപ്പിളക്കാക്കയാണ്. അങ്ങനെ നമ്മളെ ചായയും കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സോബി മോൾ ഇവിടെ മദ്രസക്ക് പോകാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കട്ടെ. അപ്പോൾ ഓൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കണ്ടിതാ ബിസ്ക്കറ്റും ചായയും മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബിസ്ക്കറ്റാണ് കേട്ടോ തിന്നണേ. അങ്ങനെ നമ്മളെ ചായയുടെ കഴിഞ്ഞപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം അവിടെ തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് മുരിങ്ങയാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും ഇന്ന് മുരിങ്ങപ്പേരിയും തൈരും പപ്പടമാണ് കൊടുത്തേക്കാന്ന് കരുതുന്നത്. അത് നമ്മൾ ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടാക്കി മുരിങ്ങ ഇതിലിട്ട് കൊടുത്തേക്കണ്. പിന്നെ നാളികേരവും പച്ചമുളകും ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ എന്താ ഒരു ചെറിയൊരു സവാളൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തൈര് ഉണ്ടായാൽ പിന്നെ അവർക്ക് വേറെ കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല. അതിനത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകിയെടുത്ത അരിയും കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അരിയിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയെടുത്ത് അപ്പോഴേക്ക് ഇതാ നമ്മൾ റിജൂസ് ഇവിടെ നീച്ച് വന്നിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് ചായ അരിയെന്നും പറഞ്ഞ് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഓനെന്നെ ഒഴിക്കണം എന്ന് പറഞ്ഞത് ആ കറിയൊക്കെ ഒഴിച്ച് ഓന് ചായയൊക്കെ കുടിക്കുകയാണ്.
അപ്പോൾ അവനോട് ഞാൻ കറി ഇഷ്ടമായോ ചോദിച്ചപ്പോൾ സൂപ്പർ എന്നറിയാണ് കേട്ടോ. ഇതപ്പോഴേക്ക് നമ്മൾ ചോറും ഇവിടെ വന്നിട്ടുണ്ട്. ചോറ് എളുപ്പം വേഗം കിട്ടും. നമ്മൾ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം വെന്തിട്ടും. അങ്ങനെ നമ്മൾ ചോറൊക്കെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിക്കാണ്ട് ഇനി അതും കൂടിയും പൊരിച്ച് ഇപ്പോൾ അതാ ചോറൊക്കെ ലഞ്ച് ബോക്സ് ആക്കി വെക്കുകയാണ്. പപ്പടം പപ്പടം വേണോ? യൂണിഫോം അല്ല, യൂണിഫോം നാളെ. ഇതിലുണ്ട് പേരിതല്ലേ തൈര് ഇത് വേണോ? പപ്പടം വേണോ? തൈരും പോരെ? തൈരിട്ടു. തൈര് കൂട്ടാനൊന്നുമില്ലല്ലോ. റിജിയ അങ്ങനെ അതാ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇപ്പോൾ അതാ ലോബി മോൾ സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. വലൈക്കും സലാം. അങ്ങനെ നമ്മളെ റിജിമോൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. വലൈക്കും സലാം. ടാറ്റ. അങ്ങനെ അതാ കുട്ടികളൊക്കെ പറഞ്ഞയച്ചപ്പോൾ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നുള്ളി പൊറുക്കാൻ കുത്തിർന്നിക്കാണ്. പിന്നെ കൂട്ടാൻ ഉണ്ടാക്കാനും മീൻ പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. എന്നിപ്പോൾ നല്ല വെയിലും വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആട്ടപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒക്കെ ഒന്ന് ചേറിപ്പൊറുക്കി വെയിലത്തിട്ട് ഉണക്കാമെന്ന് കരുതിയാണ്ട് പൈനിരുന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ പുതിയാപ്പിളക്കാക്കിയുണ്ട്. ഞാനവിടെ ഇരുന്ന് നുള്ളി പൊറുക്കണ കണ്ടിട്ടേ എത്താൻ കട പണിയാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് നോക്കുകയാണ്. ഞാനും ഹെൽപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് മൂപ്പരൊപ്പം ഇരുന്നിക്കണം കേട്ടോ. വെയിലുണ്ടാകുമ്പോഴേ എമ്മാതിരി പണിയൊക്കെ നടക്കുള്ളൂ. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള പണികൾക്ക് നിൽക്കട്ടെ. അങ്ങനത്തെ നമ്മൾ ഗോതമ്പത്തിലൊക്കെ നുള്ളിപ്പൊറുക്കൽ കഴിഞ്ഞ് ഇപ്പോൾ കഴുകിയുടെ വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ മുറ്റം കിടക്കണ കണ്ടില്ലേ, ആകെ പുല്ല് മുളച്ചിക്കണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. മഴയുടെ പെയ്താ മുറ്റത്ത് ആകെ പുല്ലട മുളക്കും. ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ഇപ്പോൾ ഞാൻ ഫുള്ള് പറിച്ചതേനു. പിന്നെയും മഴ പെയ്ത് കാണുന്നത് ഒന്നായിട്ട് പിന്നെയും പൊന്തിക്കണം. മുറ്റത്ത് ഈ പുല്ല് മുളച്ച് കിടക്കുന്ന കണ്ടാൽ വൃത്തികേടല്ലേ. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഇന്ന് ഇങ്ങനത്തെ പണിക്കൊക്കെ നിന്നൊക്കെയാണ് കേട്ടോ. കൂട്ടാൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ മാറ്റി വെച്ചൊക്കെയാണ്. അങ്ങനത്തെ നമ്മൾ മൊത്തത്തിൽ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിയെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വീഡിയോ എടുക്കണുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടാണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കണില്ല, വീഡിയോ ലെങ്തി ആയി പോകും. പിന്നെ സമയം തന്നെ ഒരുപാടായിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ വീഡിയോ എടുത്ത് നിന്നാൽ വേറെ പണി ഒന്നും നടക്കൂല. പിന്നെ പള്ളക്കും നല്ലോണം പൈച്ചുണ്ട്. രാവിലെ ചായ കുടിച്ചതാണേ. ഇപ്പോൾ കൊമ്പങ്കാട്ട് പോയ പറഞ്ഞ മാതിരി നമുക്ക് അണ്ണാക്ക് പോയി പള്ളേക്കും വല്ലതും ആക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.